വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയിലേക്ക് സ്വാഗതം. TNRB, IGTAB, തമിഴ്നാട് ടീച്ചേഴ്സ് റിക്രൂട്ട്മെന്റ് ബോർഡ് അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ പോസ്റ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇന്നാണ്. എവിടെ നിന്ന് കാണാൻ പറ്റും ഈ കുറേയണ്ടം അഡൻഡ എന്ന് പറയുന്നത് 27/10/2025 ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ഓഫ് അസോസിയേറ്റ് പ്രൊഫസർ, അസിസ്റ്റന്റ് പ്രൊഫസർ ആൻഡ് അസിസ്റ്റന്റ് പ്രൊഫസർ പ്രീ ലോ. അത് കഴിഞ്ഞിട്ട് താഴെ അസിസ്റ്റന്റ് പ്രൊഫസർ തമിഴ്നാട്. ഓക്കെ, അപ്പൊ പുതിയ അപ്ഡേഷൻസ് ഒന്നും വന്നിട്ടില്ല. ലാസ്റ്റ് ഡേറ്റ് ഇന്ന് തന്നെയാണ്. വേറെ ഒരു അപ്ഡേഷൻസും കാര്യങ്ങളൊന്നും നിലവിൽ വന്നിട്ടില്ല. ഇന്ന് തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾക്ക് വന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഡൗട്ട്സ് എന്ന് പറയുന്നത് മലയാളികൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഏത് സ്റ്റേറ്റ് അപ്ലൈ ചെയ്യുന്ന അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ ആയിക്കോട്ടെ മറ്റ് ടീച്ചിങ് എക്സാംസിന്റെ ആയിക്കോട്ടെ അപ്ലൈ ചെയ്യാൻ പറ്റും. അവർ വ്യക്തമായിട്ട് നോട്ടിഫിക്കേഷൻ എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ സ്റ്റേറ്റുകാരെ മാത്രമേ ഇതിലൂടെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നുള്ളൂ എന്ന് പറയാത്തിടത്തോളം കാലം നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് നിങ്ങൾക്ക് ഏത് സ്റ്റേറ്റിൽ പോയി വേണമെങ്കിലും പരീക്ഷ എഴുതുകയും അപ്ലൈ ചെയ്യുകയും ജോലി നേടുകയും ചെയ്യാം. അവിടെ ജോലി തരണോ വേണ്ടയോ അല്ലെങ്കിൽ അവിടെ പ്രൊവിഷൻസ് റിസർവേഷൻസ് കാര്യങ്ങളെല്ലാം അതാത് സ്റ്റേറ്റുകളാണ് നിശ്ചയിക്കപ്പെടുന്നത്, അതായത് PSCs ആണ് നിശ്ചയിക്കപ്പെടുന്നത്. ഓക്കെ, അപ്പം ഈ തമിഴ്നാട് സ്റ്റേറ്റിന്റെ PSCസും നിങ്ങൾക്ക് എഴുതാം. പിന്നെ ഓരോ വ്യത്യസ്തമായ സ്റ്റേറ്റുകൾ വിളിക്കുമ്പോഴും അവിടെ വിളിക്കുന്ന എക്സാമുകൾ അതാത് സ്റ്റേറ്റുകളുടെ നോംസും കണ്ടീഷൻസും അനുസരിച്ചുകൊണ്ടായിരിക്കും വിളിക്കുന്നത്. അതാണ് നിങ്ങൾക്ക് വരുന്ന സംശയം. നോട്ടിഫിക്കേഷനിൽ പരീക്ഷ കൊടുത്തിരിക്കുന്നത് പേപ്പർ 1 പേപ്പർ 2 ഹിന്ദി അല്ലേ, അത് മസ്റ്റ് ആവണം, അത് പാസ്സായാലേ മറ്റെഴുതാൻ പറ്റുള്ളൂ. അത് തമിഴ്നാട്ടിലെ വിളിച്ചിരിക്കുന്നതുകൊണ്ട് തമിഴ്നാട്ടിലെ തമിഴ് മദർ ടങ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് സംശയം വരാതിരിക്കാൻ വേണ്ടി ആ എക്സാമിന്റെ പാറ്റേൺ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ കറക്റ്റ് ആയിട്ടൊരു കോട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. കറക്റ്റ് ആയിട്ട് കോട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എല്ലാവർക്കും അപ്ലൈ ചെയ്യാമെന്നും ഈ 2 പരീക്ഷകളും അതർ സ്റ്റേറ്റുകാർക്ക് മീൻസ് മലയാളം മദർ ടങ് അല്ലാത്തവർ എന്ന് പറയുമ്പോൾ അതർ സ്റ്റേറ്റുകാർക്ക് എന്ത് ചെയ്താൽ മതി, ജോലി കിട്ടിക്കഴിഞ്ഞ് 2 വർഷത്തിനുള്ളിൽ നിങ്ങൾ ഈ പാർട്ട് 1 പേപ്പർ 1 പേപ്പർ 2 എന്ന് പറയുന്ന പരീക്ഷ പാസ്സായാൽ മതി എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പം നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ളവർ ധൈര്യമായിട്ട് പഠിച്ചു തുടങ്ങിക്കൊള്ളുക, പരീക്ഷ എഴുതുക, ഏത് സ്റ്റേറ്റ് ആയിക്കോട്ടെ. ഓക്കെ, അല്ലാത്തവര് ഒരുപാട് കഥകളും പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കും. ഓക്കെ, നിങ്ങൾ അപ്ലൈ ചെയ്തവര് മര്യാദയ്ക്ക് പഠിക്കുക, പരീക്ഷ എഴുതുക, ജോലി നേടുക, അത്രയേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ അവിടെ എവിടെയും ചുരണ്ടിയിട്ട് പല കഥകളും മെനഞ്ഞ് അവിടെ നിൽക്കും, അത്രേ ഉള്ളൂ. അത്രേ ചിന്തിക്കാനുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സുകളെല്ലാം ഇതിൽ അപ്ലോഡ് ചെയ്യണം, കോപ്പീസ്. കൂടാതെ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ക്യാരക്ടർ ആൻഡ് കോൺടാക്ട് സർട്ടിഫിക്കറ്റ്. അപ്പൊ ഇന്ന് അപ്ലൈ നിൽക്കുന്നവർ എത്രയും പെട്ടെന്ന് നിങ്ങൾ അടുത്തുള്ള കോളേജിലോ സ്കൂളിലോ നിങ്ങൾ മുൻ പഠിച്ചതായിട്ടുള്ള അവിടെ പോയിട്ട് വാങ്ങിയാൽ മതി. ഓക്കെ, ക്യാരക്ടർ സർട്ടിഫിക്കറ്റും കോൺടാക്ട് സർട്ടിഫിക്കറ്റും വാങ്ങിയിട്ട് ഇന്ന് രാത്രി 12 മണി വരെയാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. എത്രയും പെട്ടെന്ന് പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് അപ്ലൈ ചെയ്യുക. ഓക്കെ, ഇത്രയാണ് ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇനി രണ്ടാമത് ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ ഈ ഒരു കാലയളവിൽ വിളിച്ചിരിക്കുന്ന ഒരു എക്സാംസ് ആയിരുന്നു. അത് BEd ഉള്ളവർക്കൊക്കെ പറ്റുള്ളൂ അല്ലെ. EMRS എന്ന് പറയുന്ന ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ എന്ന് പറയുന്ന എക്സാംസ്, അതിന്റെ എക്സാംസ് ഡിസംബറിൽ ഡേറ്റ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഓക്കെ, അതിന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർ 77 36 75 04 73 എന്ന് പറയുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. അതായത് EMRSന്റെ ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട്, KVSന്റെ ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ NVSന്റെ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ CTETന്റെ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ KTET ഉടനെ അഡ്മിഷൻ ആരംഭിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഫിഷറീസ് അസിസ്റ്റന്റ് ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട്. ഇനി അടുത്ത് ഇപ്പൊ PSC ഫിഷറീസ് ഓഫീസർ വിളിച്ചിട്ടുണ്ട്, അതിന്റെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നിലവിൽ ഇപ്പൊ എനിക്ക് പറയാനുള്ളത്, EMRS അപ്ലൈ ചെയ്തിട്ടുള്ളവര് കൃത്യമായിട്ട് റെക്കോർഡിംഗ് പ്ലസ് ലൈവ് സെക്ഷൻസുകൾ, നിങ്ങളുടെ PVQകൾ, പ്രാക്ടീസ് സെഷൻസുകൾ എല്ലാം തന്നിട്ടുണ്ട്, നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഏകദേശം നിങ്ങൾക്ക് മോഡൽ തന്നെ 1500 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് അല്ലെ. 15 എക്സാംസ് ആണ് മോഡൽ എക്സാംസ് ആയിട്ട് തന്നിരിക്കുന്നത്. അത് മതി, അത് എഴുതിയാൽ തന്നെ നിങ്ങൾ ടയർ 1 പുഷ്പം പോലെ കയറും. പിന്നെ ഇംഗ്ലീഷിലെ ഹിന്ദിയുടെയും ക്ലാസ്സുകൾ വളരെ മനോഹരമായിട്ട് നടക്കുന്നുണ്ട്. ബാക്കിയുള്ള ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും പെഡഗോജിയും നിങ്ങളുടെ കേസ് സ്റ്റഡീസ്, NEP,
ICT ക്ലാസ്സുകൾ ബാക്കി വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈ ഒരു 1.5 മാസം കൊണ്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് EMRS അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ ഒന്നുമില്ല, അവിടെ വെറും സബ്ജക്ട് മാത്രമാണ്. അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. അതോടൊപ്പം തന്നെ എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ഗ്രൂപ്പുകളുടെയും ലിങ്കും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അസിസ്റ്റന്റ് പ്രൊഫസറിന് അപ്ലൈ ചെയ്തിട്ടുള്ളവര് നിങ്ങൾക്ക് ജനറൽ ടോപ്പിക്കോ അല്ലെങ്കിൽ മറ്റ് ഇതിന്റെ കോച്ചിങ് വേണമെങ്കിൽ ഇതിന്റെ താഴെ ഈ ലിങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ജോയിൻ ചെയ്യാൻ അസിസ്റ്റന്റ് പ്രൊഫസറിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര്, ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിലൂടെ ജോയിൻ ചെയ്യുക. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരുന്നതായിരിക്കും. അല്ലാത്തവര് ഈ നമ്പറിൽ വിളിച്ച് അന്വേഷിച്ചാലും മതി, നിങ്ങൾക്ക് അഡ്മിഷൻ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. 7736750473. അപ്പം എത്രയും പെട്ടെന്ന് പോയി അപ്ലൈ ചെയ്തോളൂ. അസിസ്റ്റന്റ് പ്രൊഫസർ അപ്ലൈ ചെയ്തവര്, EMRSന് അപ്ലൈ ചെയ്തവര് എത്രയും പെട്ടെന്ന് നന്നായിട്ട് പഠിച്ചു തുടങ്ങിക്കോളൂ. ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് ജോയിൻ ചെയ്തോളൂ. ഇത്ര കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് ഈ അസിസ്റ്റന്റ് പ്രൊഫസർ അപ്ലൈ ചെയ്തവർക്കുള്ള ഒരു വീഡിയോ കൂടി വരുന്നുണ്ട്. നിങ്ങളുടെ സിലബസ് ഡിസ്ക്രിപ്ഷൻ, എക്സാം പാറ്റേൺ, മെത്തേഡ്സ് കാര്യങ്ങളെല്ലാം കൂടെ വെച്ചിട്ടുള്ള ഒരു വീഡിയോയും അപ്ഡേറ്റ് വരുന്നുണ്ട്. താങ്ക് യു ആൾ. വന്ദേ മാതരം. ജയ് ഹിന്ദ്.